ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നൊരു ചിക്കൻ ബിരിയാണിയുടെ ബ്ലോഗാണ്. ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി ചിക്കൻ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൃത്തിയാക്കി ചിക്കൻ പീസിലേക്ക് ഞാൻ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് നന്നായിട്ട് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ അത്രയും സമയത്ത് ആ നല്ല മസാല നന്നായിട്ട് പുരണ്ടിരിക്കും. പിന്നെ നമ്മുടെ സവാള ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ഇത് 2 ബിരിയാണിക്കും അതുപോലെ തന്നെ ചിക്കനും കൂടി ചേർത്തിട്ടാണ്. ഓക്കെ, ഞാൻ എന്നിട്ട് 1 ഗ്ലാസ് അരി ഇട്ടു. എനിക്കും അമ്മയ്ക്കും മാത്രം മതിയല്ലോ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം, അങ്ങനെ ഞാൻ കുക്കറിൽ വെള്ളം വെച്ചു. നമ്മളിപ്പോൾ ചോറ് വെച്ച് ഊറ്റിയെടുക്കുകയല്ല, ആ വെള്ളം വെച്ച് വറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരായാലും ഇപ്പോൾ കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കെല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു നെയ്യുടെ ഫ്ലേവർ ആ ചോറിലേക്ക് ഇറങ്ങും. നമ്മൾ വെള്ളം ഊറ്റി കളയുന്നില്ലല്ലോ, നന്നായിട്ട് കഴുകി അരി എടുക്കണം കേട്ടോ. അതിനുശേഷം ഉപ്പിട്ടതിന് ശേഷം നമ്മൾ മസാലകൾ, അതായത് കച്ചോലം, ഗ്രാമ്പൂ, ഏലക്ക, അപ്പം ഈ മസാലകളെല്ലാം തന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഏലക്കയാണ് താരം. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് നമ്മുടെ ഏത് മസാലക്കറിയിൽ ഇട്ടാലും അതിൻ്റെ പ്രത്യേക രുചിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബിരിയാണിയിലും ഏലക്ക ഒരു വലിയ താരമാണ്. പിന്നെ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരുടെ സോറി കേട്ടോ, പക്ഷേ ഏലക്ക നല്ല ആ ബിരിയാണിയുടെ ഒരു ഹൈലൈറ്റ് ആണ് ഏലക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ അടുത്ത താരം വന്നിട്ടാണ് നമ്മുടെ കുങ്കുമപ്പൂ. പക്ഷേ ഇത് താരമൊന്നുമല്ല, എനിക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ നാരങ്ങ എന്തിനാണെന്ന് വെച്ചാൽ ചോറൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ ചേർക്കുന്നത്. നിങ്ങൾക്ക് നിറത്തിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചേർത്തിട്ട് കുക്കർ അടച്ച് വയ്ക്കണം. കുക്കർ 3 വിസിൽ ആവുന്നത് വരെ നമുക്ക് 3 വിസിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ചിക്കൻ കറിയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചോറ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് കുഞ്ഞരിയാണെന്നാണ്, പക്ഷേ ഇതെന്നെ ചതിച്ചു ഗൈസ്. ഇത് വലിയ അരിയാണ്. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. എന്നാലും കുഞ്ഞരിക്കുണ്ടല്ലോ, അതിനാണ് കുറച്ചുകൂടി ടേസ്റ്റ്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അരി വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ടു. കടുക് പൊട്ടിയപ്പോഴത്തേക്ക് നമ്മൾ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇടാൻ പോവുകയാണ്. സവാള എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ആലോചിച്ചത്, സവാളേനെ ഇവിടെ പറയുന്ന പേര്, തൂത്തുക്കുടി പറയുന്ന പേര് ബെല്ലാരി എന്നാണ് കേട്ടോ. അപ്പോൾ ബെല്ലാരി അത് എനിക്ക് ആലോചിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത് ആരെയാണെന്ന് അറിയാലോ, നമ്മുടെ രാജമാണിക്യത്തിലെ മമ്മൂട്ടീനെയാണ് ആലോചിച്ചത്. അപ്പോൾ എന്താണ് അതുപോലെ ബെല്ലാരി എന്നുള്ള പേര് വന്നത്? പക്ഷെ വെങ്കായമെന്നും പറയും, എന്നാലും ബെല്ലാരി എന്നാണ് അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് അതാണോ പ്രൊനൗൺസിയേഷൻ ഒന്നും എനിക്കറിയില്ല. എൻ്റെ ചെവിയിൽ ബെല്ലാരി എന്നാണ് കേൾക്കാറ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അത് എടുക്കാൻ മറന്നുപോയി. നന്നായിട്ട് നമ്മളെ സവാള വഴറ്റിയതിന് ശേഷം, അത് മൂത്തതിന് ശേഷം നമുക്ക് മസാലയായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം. എന്നിട്ട് അതിലേക്ക് എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ കുറവ് തോന്നി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ, കാരണം ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉള്ളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ക്യാരറ്റ്, ബീൻസ് ഇല്ലേ, എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ അതിലെല്ലാം ബിരിയാണിക്കിടുക. അത് കുറച്ച് നെയ്യിലിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉള്ളിയിലേക്ക് ഞാൻ എടുത്തത് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും അതുപോലെ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. തക്കാളി ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണല്ലേ തക്കാളി ഇടുന്നത്. എന്നിട്ട് തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇതിൽ ആ മസാലയിൽ കിടന്ന് തക്കാളി ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇല്ലാതെ എന്ത് ചിക്കൻ കറി അല്ലേ. എന്നിട്ട് അത് വിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഈ ഒരു സമയത്ത് നമ്മൾ അപ്പുറത്ത് ശ്രദ്ധ നമ്മുടെ ബീൻസും ക്യാരറ്റും ഒക്കെ നെയ്ത് പൊരിയാണ്. ഈ ഒരു സമയത്ത് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ, ഇപ്പോൾ നോക്ക് ചിക്കനോട് ഇട്ട് മസാലകൾ നന്നായിട്ട് പിടിക്കണം. അതുവരെ നമ്മൾ ഈ ഒരു മസാലയിൽ കിടന്ന് ചിക്കൻ ഒന്ന് വഴറ്റുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉപ്പും എല്ലാം ഇറങ്ങിക്കാണും. അപ്പോൾ
അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചത്. എന്നിട്ട് അരച്ച് മസാല പുരട്ടി നമുക്കിനി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പ് നമ്മൾ ചിക്കനിലും ഇട്ടിട്ടുണ്ട്, മസാലയിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് തുറന്നപ്പോൾ കണ്ട് ചിക്കൻ ഇട്ട് ചിക്കൻ കറി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒഴിച്ചിട്ടില്ല, പക്ഷേ ചിക്കൻ കറിയിൽ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് അടച്ച് വെക്കണം. വെച്ചിട്ട് നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് എടുക്കണമെങ്കിൽ ഗ്രേവി ആയിട്ട് എടുക്കാം. ഇപ്പോൾ ബിരിയാണിക്ക് അത്ര ഗ്രേവി വേണ്ട. അപ്പോൾ എൻ്റെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറ് റെഡിയായി. ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ്, അതുപോലെ സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതെല്ലാം ഞാൻ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ദം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദമ്മിന് കനലില്ല, ഗ്യാസ് അടുപ്പ് മാത്രമാണ് ഉള്ളത്. എങ്ങനെ നന്നായിട്ട് ദം ചെയ്യാമെന്ന് ഞാൻ ഒരു ഈസി വേ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമ്മളൊരു ദമ്മ് ചെയ്യാനായിട്ടുള്ള ഒരു പാത്രം എടുക്കുക. അതിൽ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ചുറ്റിക്കുക. എല്ലാ ഭാഗത്തും നെയ്യ് എത്തുന്ന രീതിയിൽ ചുറ്റിക്കുക. അതിന് ശേഷം നമ്മളതിലേക്ക് ഒരു ലെയർ ഇതിടണം. അതായത് നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന അതിടാം. ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ എൻ്റെ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ലെയർ അവിടെ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോറിട്ട് കൊടുക്കുന്നു. ചോറിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും വേണമെങ്കിൽ നെയ്യും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല നെയ്യ്. അതിന് മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ കറി വയ്ക്കുക. അതിന് മുകളിൽ നമ്മുടെ പുതിനയില, മല്ലിയില അതിട്ട് വയ്ക്കുക. വീണ്ടും ചോറിടുക. ചോറിന് മുകളിൽ നമ്മുടെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് അതെല്ലാം ഇടുക. ഇങ്ങനെ ലെയറായിട്ട് നമുക്കിതിനെ ഒന്ന് സെറ്റാക്കാം. ലെയറായിട്ട് വെച്ചിട്ട് ദോശക്കല്ല് നല്ല ചൂടാക്കിയ ദോശക്കല്ല് ഈ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു വെയിറ്റ് എന്തെങ്കിലും മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദം ആയിക്കോളും. ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ നമ്മുടെ സെർവ് ചെയ്യാനുള്ള ബിരിയാണി റെഡി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ